എന്താ സർ, അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വല്ലതുമാണോ? അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ഫുൾ ക്യാഷ് വിഡ്രോയാണ്. സർ, എനിക്ക് മാനേജറുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യണം. എന്തിന്? എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന എൻ്റെ കാശ് എടുക്കണമെങ്കിൽ അകത്തിരിക്കുന്ന മാനേജറുടെ ഈ ശുപാർശ വേണം. ഇതാണോ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്ന ഈ 1 മിനിറ്റ് ബാങ്കിങ്? വട്ടിപ്പലിശക്കാരൻ്റെ അടുത്ത് ഇതിൽ എളുപ്പം കിട്ടുമല്ലോ. ഐ വോണ്ട് മൈ മണി ആൻഡ് ഐ വോണ്ട് ഇറ്റ് നൗ. രവി, ഡോണ്ട് മേക്ക് എ സീൻ. ഇവിടുന്ന് പാനിക് ആവല്ലേ, ആളുകൾ ശ്രദ്ധിക്കുന്നു. രവി ചെന്ന് വണ്ടിയിലിരിക്കാൻ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പാറു, ഇവർ വെറുതെ ജസ്റ്റ് തിങ്ക് ഓഫ് അമ്മു. ചെല്ല്. സോറി, രവി കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. ക്യാൻ യു പ്ലീസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്? ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഡ്രോയിങ്ങിൽ വലിയ താല്പര്യമല്ലേ? നൈസ് പിക്ക്. നമുക്ക് വേണ്ടപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളല്ലാതായിത്തീരുന്നു. അതങ്ങനെ വരാം. ഇനിയെങ്കിലും അമ്മനെ വിട്ടൂടെ? ഞങ്ങൾക്കുള്ളത് മുഴുവനും അതിലുണ്ട്. എണ്ണി നോക്കണ്ടല്ലോ അല്ലേ? വേണ്ട, കൃത്യമാണ്, മുഴുവനും ഉണ്ട്. 77,334 രൂപ. നോട്ട് ബാഡ്. എൻ്റെ ഇന്നത്തെ സമ്പാദ്യം. നൗ ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. ഗിവ് മി യുവർ ക്യാഷ് ആൻഡ് കാർഡ്സ്. വണ്ടി നിർത്തിയ പുകച്ചു കളഞ്ഞ വണ്ടിയടാ. ഇത്രയും പണം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കൊരു ഇറിറ്റേഷനായിരുന്നു. ഇപ്പം ആശ്വാസമായി. വിളിച്ചു പറ, വരാൻ വൈകുന്നു. ആരെയെന്ന് വെച്ചാ? ഹലോ സർ, രവിയാണ്. ഇല്ല, വരും, കുറച്ച് വൈകും. പാർവതിക്ക് നല്ല സുഖമില്ല. ഇല്ല, സ്ഥലം അറിയില്ല. ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ആ, താങ്ക് യു സർ. ഇനി പാർവതിക്ക് വിളിക്കണ്ടേ? വിളിക്കാതിരുന്നാൽ അവരവിടെ കാത്തിരിക്കില്ലേ? കിറ്റി പാർട്ടികളോട് നമ്മൾ വിശ്വാസവഞ്ചന കാണിക്കരുത്. ഹലോ ആൻസി, എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറയാം, വിളിക്കാം. ഓക്കെ, യു ക്യാരി ഓൺ. സമയം എത്രയെന്ന് വല്ല ബോധമുണ്ടോ രണ്ടാൾക്ക്? നല്ല വിശപ്പില്ലേ? ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി മുന്നോട്ട് വണ്ടി പോവില്ല. ഇവിടെ നമുക്ക് നിർത്താം. ഈ ചേരിക്കപ്പുറത്തൊരു ഹോട്ടലുണ്ട്. ഇവിടെയോ? ഈ സ്ഥലവും ഇവിടുത്തെ ജീവിതവും എന്നും കാണാൻ പറ്റുന്ന കാഴ്ചകളല്ലല്ലോ.
ആ സാറേ, അകത്തോട്ടിരിക്കാം. പറഞ്ഞോ സാർ. ഇതാ ചായ. ഉടനെ ഉണ്ട്. സാർ ഇവിടെ. ആ എന്താ ഉള്ളത്? സാറിന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. ആ ആന ഫ്രൈ ഉണ്ടോ? എന്താ സാർ? ആന ഫ്രൈ. അത് പിന്നെ സാർ, മുള്ളമന്നിയോ? അതാ ചോദിച്ചത്, എന്താ ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ. സാർ മീനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോ. കരിമീൻ, നെയ്മീൻ, കൂന്തല്. 5 മിനിറ്റ് പറയാം. അപ്പോൾ നിങ്ങൾ പോവുമല്ലേ? ഇങ്ങോട്ട് പൈസ വേണ്ടേ? ഉള്ളതെല്ലാം ഞാൻ കത്തിച്ച് കളഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ നേരത്തെ കാശില്ലല്ലോ. ഇവിടുത്തെ ബില്ല് കൊടുക്കണ്ടേ? പിന്നെ ഓടാനുള്ളതല്ലേ നിങ്ങൾക്കൊരുപാട്. യാത്രയുണ്ട്, വണ്ടിക്ക് ഡീസൽ അടിക്കണം, വിശക്കുമ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കണം. ചിലവല്ലേ? ഇനഫ് ഇസ് ഇനഫ്. പറ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ? അത് പറഞ്ഞിട്ട് മതി ഇനി. ആണോ പാർവതി? ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യില്ലേ? യു ടെൽ മീ. ഇപ്പോഴത്തെ ആണുങ്ങൾ പൊതുവെ നല്ല തീരുമാനങ്ങൾ എടുക്കാറില്ല. രവി പ്ലീസ്, ലെറ്റ്സ് ഡു ഇറ്റ്. അമ്മുവിന് വേണ്ടിയെങ്കിലും. എൻ്റെ മോള് നിന്റെ കയ്യിലായിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനോടും നഷ്ടപ്പെടാൻ ഒരുപാടുള്ളവനോടും കളിക്കരുത്. അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന ആർക്കും പറയാൻ പറ്റില്ല. 1/2 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നിങ്ങൾ പൈസയുമായി വന്നില്ലെങ്കിൽ അമ്മുവിനെ പിന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഹോം ഡെലിവറി വരും. ഒരു കുഞ്ഞ് ശവപ്പെട്ടി. ഇതെങ്ങോട്ടായിരുന്നു? ഇവിടെ കാറ്. അവിടെ നോക്കാം. രവി, നമുക്ക് ആരെങ്കിലും വിളിച്ചാലോ? എങ്ങനെ വിളിക്കാനാ? എല്ലാ നമ്പറുകളും മൊബൈലല്ലേ. എനിക്കാണെങ്കിൽ കാണാതെ ഒരു നമ്പർ ഓർമ്മയില്ല. ഓഫീസിലെ പോലും അറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെ ആരെ വിളിക്കാൻ? ആരെ വിശ്വസിക്കും? പിന്നെ വിളിച്ചാൽ ആരെങ്കിലും എത്തിപ്പെടണ്ടേ ഇതുപോലത്തെ ഒരു സ്ഥലത്ത്? 20 മിനിറ്റിനകം നമുക്ക് ഈ വാച്ച് പണയം വെക്കാൻ നോക്കാം. ഈ പണയം എടുക്കുന്നതെങ്കിലും സോറി, ഈ പണയം വെക്കുന്ന സ്ഥലം ഏതെങ്കിലും. ഇതിലാരെ പണയം വെക്കാനാണ്? ഈ വാച്ചൊക്കെ വാച്ച് പണയം വെക്കാനാണ്. നീ എന്താ ആളെ മൊയന്താക്കി ഇറങ്ങിയിരിക്കുന്നതാണോ? ഇട്ടിരിക്കണ തുണിയും പണയത്തിനാ. ആ നാപ്പിയ സ്ട്രീറ്റിലൊരു വളിക്കുണ്ട്. ഹക്കീം സൈഡ് സായിപ്പന്മാരിട്ടിരിക്കണ അണ്ടർവെയർ വാങ്ങുന്ന സാധനമാണ്. ഒന്ന് നോക്ക്. ഇവിടുന്ന് 2ാമത്തെ വല്ലത്.